ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ സ്പിറ്റി വാലിക്കുള്ള രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസമല്ല, നമ്മള് മൂന്നാമത്തെ നാലാമത്തെ ദിവസമൊക്കെ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ പാർലമെന്റിലാണ്. നമ്മൾ അവിടെ നിന്നിട്ട് റൂമൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ നിന്നിക്കല്ല. ഇനി രാത്രി ബസ് ഉണ്ട്. അപ്പോൾ ബസ്സിന്റെ ടൈം ആവുന്ന വരെ നമുക്ക് കുറച്ച് ടൈം ഉണ്ട്. ആ ടൈമിൽ നമ്മൾ ചോർ ബസാർ അങ്ങനത്തെ എവിടേക്കൊക്കെ പോകാന്ന് ഡൽഹി ഒന്ന് വെറുതെ ചെറുതായിട്ടൊന്ന് കറങ്ങാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിക്കാണ്. അപ്പോൾ എന്തായാലും എന്നാ പോരി. എല്ലാരും ഒരുമാതിരി മറ്റിലെ നോട്ടം നോക്കണ്ട്, കളറൊക്കെ കണ്ടിട്ട്. അയ്യോ, ആള് ഓട്ടമാണ് വെച്ചിട്ട് നോക്കിയാ. അയ്യേ ഒരു പ്രശ്നമില്ല, എല്ലാരും ഇങ്ങനെ നോക്കുന്നത്. ഒരു പ്രശ്നമില്ല. ഡൽഹിയിലെ ബ്ലോക്കാണ് സുഹൃത്തുക്കളെ, ഡൽഹിയിലെ ബ്ലോക്ക്. കണ്ണ് കാണാത്ത ബ്ലോക്ക് കണ്ടോ. അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനത്തെ ഓരോ തീട്ടങ്ങൾ ഓണടിച്ചിട്ടും പോകും. ഇത് കല്യാണ കത്തിന്റെ കടകളാട്ടോ, കല്യാണ കത്ത് അടിക്കണ കടകളാണ് മൊത്തം. ഇത് കല്യാണ കത്തിന്റെ കടയാണ്. അവിടെയൊക്കെ ഫുള്ള് വരുന്നിടത്തൊക്കെ മൊത്തം അങ്ങനെ. ഇവിടെ നിറച്ച് തൂഫാനാട്ടോ, ഫുള്ള് തൂഫാനായി കിടക്കുന്നതാ, ഫുള്ള് തൂഫാനാ. ഇതുകൂടിയൊക്കെ റോഡിന്റെ നടുവിലെ കിടക്കണേ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു വണ്ടി വരുന്നതിന് മുമ്പ് കടന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യം. ഫുൾ തൂഫാനാ. അറിയില്ല കേട്ടോ ഇനി തൂഫാനാണോ എന്താ അറിയില്ല, പക്ഷെ ഇയാളെ കണ്ടിട്ട് കറക്റ്റ് തൂഫാനാ. നമ്മളപ്പോ അങ്ങനെ നമ്മളെ ജുമാ മസ്ജിദിന്റെ അവിടെ എത്തിക്കണം. ഇനി നമ്മൾ ഇവിടെ നിന്ന് കുറച്ചു നേരം കറങ്ങട്ടെ. നമ്മളങ്ങനെ ജുമാ മസ്ജിദിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡിന് കയറിക്കാണ്. ഇവിടെ നമ്മൾ ഫുഡ് സ്ട്രീറ്റും മറ്റേ അസ്ലംക ബട്ടർ ചിക്കനും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് കയറി. എങ്ങനെയുണ്ട്? രസമുണ്ട്. പക്ഷെ ഇത് അടിപൊളി സാധനം അവിടെ ഉണ്ട്. ഇത്ര ഇത് ഫുള്ള് വെള്ളം. മല്ലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, ആ ഈ ചങ്ങായി ഇവിടെ രാവിലെ മുതൽ ഇരിക്കണ അത്ര. രാവിലെ മുതൽ ഇരിക്കൂലേ? രാവിലെ മുതൽ ഇരിക്കണ അത്ര. കണ്ടല് കടിയുണ്ടാവല്ലേ. മൂപ്പരന്നെ ഇവിടെ നിന്നിട്ട് ഒക്കെ ചെയ്യാം. മൂപ്പര് ഇവിടുത്തെ ഡോൺ. മൂപ്പര് പേരാട്ടത് ഹാജി മുഹമ്മദ് ഹസൻ. മൂപ്പരെന്താ ഉണ്ടാക്കണോ? ഇതൊക്കെ ഇങ്ങനെ കാണാനേ പറ്റുമോ? തിന്നാ ചിലപ്പോ പണിയാവൂലേ? നമ്മളേതായാലും റെഡി ആയിക്കട്, നോക്കാം. എത്തട്ടെ. ആ വെട്ടണം. ആളൊരു മസാല എന്താണ് ആയിക്കോ. അതാ ഗൈസ്, നമ്മളെ ചെവി ക്ലീൻ ആക്കണ ആള്, ചെവി ക്ലീൻ ആക്കാൻ ചങ്ങായി വന്നു. നല്ല കച്ചറ എന്നാ പറഞ്ഞ ആള്. ഇല്ലല്ലോ, എനിക്ക് പേടിയായിരുന്നു കേട്ടോ. പിന്നെ ആള് കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് ഇതാക്കി. 50 റുപ്യ ഉള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവിടെ ജുമാ മസ്ജിദിന്റെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ കുറെ നേരം സൺസെറ്റ് കണ്ടു. പക്ഷെ സണ്ണിന് മാത്രം കണ്ടില്ല. ചന്ദ്രൻ ഉണ്ടായിരുന്നു കുറച്ച് നേരം, അതും പോയി. അപ്പൊ നമ്മളെന്തായാലും ഇനി ഇവിടുന്ന് പോവാണ്. എനിക്ക് ആകെ വയ്യ കേട്ടോ. എനിക്ക് എന്തോ പനിയോ എന്തൊക്കെയോ വരുന്നുണ്ട്. ആകെ മേലന്നെ ഒരു സുഖമില്ല. മൊത്തത്തിൽ ആകെ എന്തോ ഒരാവുണ്ട്, ഒരു സുഖമില്ല. നമ്മളെന്തായാലും ഇവിടുന്ന് പോവാണ്. നമ്മളെ ബസ് 9 മണിക്കാണ് പോവാണ്. നമ്മൾ ഇങ്ങോട്ട് നടന്നിട്ടാണ് വന്നതെങ്കിലും പോകുമ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. കാരണം എന്താണ്, നമുക്ക് നേരമില്ല. പിന്നെ രാവിലെ ഒക്കെ ഫുള്ള് ചൂടായിരുന്നു ഇവിടെ. ഇപ്പൊ നല്ല പെരുമഴ. അങ്ങനെയാണ് കാലാവസ്ഥയുടെ ഒരു വിജ്ഞാനം. ആ സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെട്ടോ. ഓക്കെ ബൈ ഗൈസ്. തട്ടിന്നില്ല മൂഡിലാട്ടോ പോണ്. കാരണം എന്താണെന്നറിയോ? ഭയങ്കര ബ്ലോക്കാണ്. തട്ടില്ല മൂഡിലാണ്. ഓ പാവം. അവിടെ ഒരു ഗ്ലാസ് പോയി, ഇവിടെ ഒരു പമ്പർ, അവിടെ ഒരു ബാക്കിലെ ലൈറ്റ് മൊത്തം പോയിക്കണു. ആ നിങ്ങൾ സേഫ് അല്ലേ? മഴ ഒന്നും കൊള്ളില്ലല്ലോ? ഓക്കെ അല്ലേ? ശരി. ആ ഞങ്ങൾ ഇവിടെ മഴ കൊണ്ടുവരാം. അങ്ങനെ സഹോദരരെ, ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഞങ്ങളിപ്പോ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോ കാശ്മീർ ഗേറ്റ് പോവാണ്. നമുക്ക് ബസ് അവിടെയാണ് വരിക. 9 മണിക്കാണ് ബസ്. ഇപ്പൊ സമയം ഒരു 8:30 എന്റെ വീഡിയോ കണ്ട് പേടിച്ച് പോവാണ്. ഞങ്ങളപ്പോ ഇപ്പൊ ഉള്ള റേഞ്ചാണ് 150 ഇത് പറയുന്നു. ഞങ്ങൾ ഇനി കാശ്മീർ ഗേറ്റിലാണ് പോകുന്നത്. അങ്ങനെ കാത്തിരിപ്പുകൾക്ക് ഒടുവിൽ നമ്മളെ ഊബറാരം വന്നിട്ട് കള്ള നമുക്ക് കുറെ നേരമായി മയത്ത് നിർത്തിയിരുന്നു.
ഓൻ്റെ തമ്പാക്കോ വാങ്ങാനും അവിടെ വാങ്ങാനും ഇതിനൊക്കെ അവിടെ ഇവിടെയും കയറിയിട്ട്. ഓ നല്ല സ്ഥലം ഉണ്ടല്ലോ ഗൈസ്. ഒരു പ്രശ്നമുണ്ട്, നമ്മളെ ബസ് അവിടെ 9 മണിക്കാണ്, പക്ഷെ നമ്മളവിടെ എത്ര മണിക്കാ? 9:10 എത്താൻ. വണ്ടി ബ്ലോക്ക് ഓരോ കടയിൽ കയറിയിട്ട് തമ്പാക്കോ അത് ഇതൊക്കെ വാങ്ങിക്കണേ. ഇവിടെ നമ്മളെ തൊട്ടപ്പുറത്ത് ഒരു ചങ്ങായി ഉണ്ടോ, വീടിനല്ലൂടല്ലേ കഞ്ചാവ് വലിക്കാണ്. നമ്മളപ്പുറത്ത് നിന്നില്ലേ ബസ് എത്തുമ്പോ വണ്ടി എത്തുമ്പോ അപ്പുറത്തിരുന്ന് കഞ്ചാവ് വലിക്കുക. മണം മാത്രല്ല വലിക്കണ സാധനം കയ്യിലുണ്ട്. ആ പുറത്തുനിന്നിട്ട് വലിക്കണേ. ഇവിടെ തൂഫാനൊന്നുമില്ല. അങ്ങനെ നമ്മൾ കാശ്മീർ ഗേറ്റ് എത്തിക്കണു. നായിന്റെ കാലുമൊക്കെ വെള്ളം തെറിപ്പിച്ചു. ഇവിടുത്തെ വെള്ളമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുളിച്ചിട്ടും കാര്യമില്ല, കാല് മുറിച്ച് കളയണ്ടേ. അമ്മാതിരി വെള്ളം നോക്കണോ കാണി അടോ കാണി. ആ വെള്ളമൊക്കെ മേത്തായി തന്നെയല്ലേ. ആയി പെയിന്റ് അടിക്ക് പോവാം. അപ്പൊ എന്തായാലും നമ്മളെന്തായാലേ പോട്ടെ. ബസ് വരും. ബസ് വന്നുകൂടില്ലേ? ബസ് വന്നുകൂടി. ഞങ്ങൾ പോവാട്ടോ. ഓക്കെ. ഒരു ചെങ്ങായി സ്പിറ്റി വാലിക്ക് വന്നിക്കണൊക്കെ ട്രോളിയൊക്കെ എടുത്തിട്ട് ഓൻ ട്രക്കിങ്ങിനൊക്കെ തോടിച്ചിട്ട് എങ്ങനെ കേറും. പെണ്ണുങ്ങൾ മോട്ടറാക്കി കൊടുക്കുന്ന അത്രേ പോനാ പിടിച്ചടക്കണേ. പെണ്ണുങ്ങളെ കജ്ജും വീശി അടക്കണ. മോട്ടറാക്കി ആളെ അവിടെ കജ്ജും വീശി അടക്കണു. ഓതാ മഹാഭാവം അവൻ പിടിച്ചടക്കണം. പെണ്ണുങ്ങളെ മര്യാദയ്ക്ക് നോക്കണം. ആ നോക്കണം. ഞാനൊരു കാര്യം പറയല്ലോ സുഹൃത്തുക്കളെ, ഇന്നൊന്ന് ഇമ്മാര് പൊന്നാരത്തിന് ഇന്ന കിട്ടൂല. ഞാൻ കാണും. കല്യാണം കഴിഞ്ഞിട്ടൊന്ന് കാണണല്ലേ, കണ്ടിരിക്കും. അപ്പൊ നമ്മളെ വണ്ടി വന്നു. ആ വരുന്ന നമ്മളെ വണ്ടി ഇന്റർസിറ്റി. അപ്പൊ ഞങ്ങൾ പോട്ടോ. ഇനി കാണാൻ ഇനി മണാലി. നമ്മൾ മണാലി പോയിട്ട് അവിടെ നിന്ന് സ്പിറ്റി പോകണം. ഓക്കെ. Yes, we are going to Manali to Spiti. Yeah. എല്ലാരും ഒരു ഹോയ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുന്നു. നമ്മൾ തൊട്ടപ്പുറത്ത് നല്ലൊരു കുട്ടിയുണ്ട്. മലയാളിയല്ലോ, മനസ്സിലാവില്ല. എന്താ നമ്മളെ തിന്നോക്കൂലേ, കണ്ടാ തന്നെ അറിയാം ജാടക്കരുത്തിയത്. ഏതോ ഒരു ഉടായ്പ മനസ്സിലാക്കണം. എന്തായാലും നമുക്കൊരു നേരം പോക്കായി അല്ലേ? പാളിയൊക്കെ നല്ല സങ്കടം അപ്പുറത്താണോ? ചെറി കണ്ടാ മതില്ലേ? എന്താണ് നീഹാലെ പറയാ? ഞാന് ഈ ചിപ്സ് പൊട്ടിച്ച് ഓളെടുത്ത് കൊറേ ഒരു ചാക്ക നിറച്ച സാധനം ഓള് തരും എന്നുള്ള പ്രതീക്ഷയില്ല. ഓള് തരും ഉറപ്പായിട്ട് തരും. 110 ശതമാനം നോക്കി കണ്ടമാന സാധനം കിട്ടുന്നല്ലേ. ഞാൻ കൊടുത്ത് തിന്ന മോളെ കൊടുത്ത് കൊടുത്തിട്ട് ഞാൻ എല്ലാവർക്കും കൊടുത്ത് ഒരു വന്നവർക്ക് പോലും കൊടുത്തില്ല. ഞങ്ങൾ ഇവിടെ ഒളിപ്പിച്ച് തിന്നോ. എന്താണ് എങ്ങനെ ചോദിക്കാന്ന് ടൈം എടുക്കുമ്പോ എല്ലാത്തിനും മണിക്കൂറായി കിട്ടിയില്ല. പൊട്ടിച്ചിട്ട് അടുത്ത പാക്കറ്റ് പൊട്ടിച്ചു. എല്ലാത്തും ടൈം എടുക്കും. നോക്കി ടൈം എടുക്കും. ഞാൻ മണാലിലേക്ക് പൊട്ടടിച്ചു. പോയിട്ട് തരുമോന്ന് ചോദിച്ചത്. അത് ചോദിക്കൂടാ. ഓക്കെ. നാളെ ഞാൻ മൊട്ടടിക്കണം വ്ളോഗാവും. നാളെ കണ്ടിട്ടുണ്ട് എല്ലാരും കാത്തുന്നോളി ഒട്ടടിക്കണേ. കാരണം അല്ലെങ്കിൽ ഒട്ടടിക്കോ? അല്ലെങ്കിൽ അത് വേണ്ട. അപ്പൊ സ്ട്രീമുള്ള അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അടിച്ചില്ല, ഇല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത്. ഇവനെന്താ പറഞ്ഞ് ഓള് തരുന്നോ? ഓളൊക്കെ എടുത്തിട്ട് ഓള് എടുത്തിട്ട് കുറെ നേരമായി. മുൻപത്തെ ശർക്കര വരട്ടി കൊടുക്കണേ. അത് കൊടുക്കണില്ലേ? അതിന്റെ ചിറി ഇളിഞ്ഞിക്കണേ. മൊട്ട മടിച്ചണ്ട, ചിറി ഇളിഞ്ഞിക്കണം. ഇടക്കിടക്ക് ഇന്നിങ്ങനെ നോക്കണ്ടേ ഈ നാരെങ്ങാനും എന്റെ വീട്ടിൽ നോക്കണ്ടോന്ന് നോക്കാവൂ.
ലൈറ്റ് കണ്ടിട്ട് നോക്കാം എവിടുന്ന് അങ്ങ് അങ്ങനെ ഗൈസ് ഞാനിങ്ങനെ ഇവിടെ ഫോൺ കളിച്ചിരിക്കുന്നു പെട്ടെന്ന് പുറത്ത് നോക്കിയപ്പോണ്ട് ചെന്നായി അവനെ അപ്പുറത്തെ പെണ്ണിനെ കാണിക്കാൻ വേണ്ടി പൂക്കിയാവാൻ നോക്കിയാണ് പക്ഷെ ഇതൊരു പൂവാൻ വേണ്ടിട്ടോ പറക്കില്ലാത്തോട്ടോ ക്രഷ് സുഹൃത്തുക്കളെ ഇന്നലെ മറ്റേ ചെറുതരും കുറുക്കുറ തരും എന്ന് പറഞ്ഞ ടീമാണ് ഇറങ്ങി പോണത് കിട്ടിയോ ശരിക്കും അണ്ടി കിട്ടിക്കിടുമായിരിക്കും പോണി മലപ്പുറത്തെ കാക്കിയാണ് കണ്ണടക്കെ ഇട്ടിട്ട് പോരടാ കണ്ണടക്കെ ഇട്ടിട്ട് അല്ലേ പോയി അതാ ഓളതാ കുറുക്കുറ തരും മുറുക്കരും പറഞ്ഞോള് പോരാ ഇനിയിപ്പൊ അങ്ങനൊക്കെ പറയാം പോരാ പോരാത്തോണ്ടല്ലേ ഇരുട്ടിട്ട് കണ്ടോണ്ട് എടുത്തിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായി അല്ല തരാത്തോടല്ലേ അല്ലേ അല്ല മുടി മുട്ടടിക്കുന്നൊക്കെ പറഞ്ഞല്ലോ ഇത് ഓള് കണ്ടായിട്ട് ഇങ്ങനെ ചിരിക്കുക അതിന് വേണ്ടിട്ടാ പൂക്കിയായതാണെന്ന് മനസ്സിലായി പക്ഷെ ഇതൊരു പൂവാണ് എന്ത് ചെയ്യാനാ സുഹൃത്തുക്കളെ ഇവിടെ എല്ലാരും പല്ലേക്കാണതാ ചിപ്സും മുറുക്കൊക്കെ തിന്നത് പക്ഷെ നമ്മൾ കുറച്ച് പരിഷ്കാരികളും കുറച്ച് വൃത്തിയും വെടുപ്പും മനക്കുള്ളവരായോണ്ട് നമ്മൾ പല്ലേക്കാന്ന് കരുതി വെറും ഷോ പല്ലേക്കാന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേതില്ല എന്താണ് മൗത്ത് വാഷ് അതുണ്ട് പറഞ്ഞു ഇതെങ്ങനെ പരിപാടി കുറച്ച് വെള്ളം ചേർക്കണ്ട ഇതില് ഇല്ലേ ഛർദിക്കാൻ വരൂലേ വരേ ഞാൻ ആദ്യം കുറച്ച് വെള്ളം വായിക്കാം നിന്റെ പല്ലങ്ങളും കഥകളും അലങ്കൃതമായി കുറച്ച് വെള്ളത്തിൽ സൂപ്പർവാവ് ആദ്യമായിട്ട് പല്ല് തേക്കുകയാണ് ഞാൻ യാത്രയിൽ മസ്റ്റർ പല്ല് തേക്കുന്നുണ്ട് പല്ലേക്കാ ഈ സാധനം ആദ്യമായിട്ടില്ല ഇത് എങ്ങനെ യാത്രയിൽ നമുക്ക് പല്ലേക്കാന്ന് ഞാൻ കാണിച്ചു ഫുൾ ഇൻഫോർമേറ്റീവ് സാധനമാണ് ഗ്യാസ് ഉണ്ടോ ഗ്യാസ് ഇല്ലേ ഉണ്ടോ ഒരു പവറില്ലേ കുറച്ച് അയ്യ ഇറക്കണമെങ്കിൽ ഇറക്കാം ഞാൻ ഇത് തിന്നാലാണോ പല്ലേക്കണ് ഓന്റെ വൃത്തി കഴിഞ്ഞ 5 മിനിറ്റ് പരിപാടി 5 മിനിറ്റ് ആയില്ല അപ്പൊ ഗൈസ് നമ്മൾ മണാലി എത്താനായിക്കണം അപ്പൊ ഞാൻ എന്തൊക്കെ എന്തോ കിറ്റ് എന്താ ഡെന്റൽ കിറ്റാണോ എന്തൊരു സാധനം എന്തൊരു സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്താ സംഭവം നോക്കാൻ നമുക്ക് ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ സംഭവം ആണോ നോക്കിയൊക്കെ നമുക്ക് സംഭവം ഇതെന്താണ് റെയിൽവേ ഹൈജീൻ കിറ്റ് അതിന് നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയില്ലേ ട്രെയിനല്ല ഇത് മൊത്തത്തില് നമുക്ക് ട്രാവലിൽ എല്ലാ അർജന്റായിട്ട് യൂസ് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും കാര്യങ്ങളും ഉള്ളതാണ് റെയിൽവേ മാത്രമല്ല പൊട്ടിച്ചു നോക്കിയാലോ എന്റെ പേരിലുള്ള സാധനം വരൂ നമ്മളൊക്കെ അങ്ങനെയല്ലടാ ഇതിലെന്താണ്ട് കിച്ചു ഡിയർ താങ്ക് യു ഫോർ ചൂസിങ് അല്ല ഡിയർ കിച്ചു സോറി Thank you for choosing Tripakiko. We are grateful to have you with us on the Spiti Valley journey. As a small gesture of appreciation, we എന്താണ് ഇതിനെ കുറിച്ച് എന്തൊരു സംഭവം എന്താന്ന് വെച്ചാല് ഇതിന്റെ ബാക്കിലുണ്ടല്ലോ പോസ്റ്റ് കാർഡാണ് നമുക്ക് എന്താ ചെയ്യാ സ്പിറ്റിന്ന് നമ്മളെ വേൾഡ് ഹൈയസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് സ്റ്റാമ്പും കാര്യങ്ങളും സ്റ്റീൽ ചെയ്തിട്ട് ഈ സാധനം എന്ത് ചെയ്യും ഈ സാധനം കളയരുത് ആർക്കും വെച്ചെടുക്കാം ഈ സാധനം ഉണ്ടല്ലോ ഇത് ഈ ട്രാവൽ എസൻസിയ പറഞ്ഞ ഒരു 4 ചെക്കന്മാർ തുടങ്ങിയ ഒരു കമ്പനി 4 ചെക്കന്മാർ തുടങ്ങിയ ഒരു ചെറിയൊരു സംരംഭമാണ് ആ നാട്ടിൽ നമ്മളെ ആൾക്കാരാണ് ചെക്കന്മാർ തുടങ്ങിയ സാധനമാണ് അതിലൊരു മാസ്ക് ഉണ്ട് പിന്നെ ഇതെന്താണ് സോപ്പോ പേപ്പർ സോപ്പാ അതൊക്കെ അതൊക്കെ ഉണ്ട് ഓക്കെ ഇതെന്താണോ
പ്രീമിയം വെട്ടവൽ, ടോയ്ലറ്റ് സീറ്റ് കവർ, പിന്നെന്താണ് റിഫ്രഷിങ് വെറ്റ് വൈപ്സ്, റിഫ്രഷിങ് അങ്ങനത്തെ 2 ഉണ്ട്. കട്ട്ലറി കിറ്റ്, അതായത് നമ്മളെ സ്പൂണും ഇതൊക്കെ അല്ലേ ഇതെന്താണ് സാനിറ്റൈസർ, വേറെന്തോ വിചാരിച്ചു. ഇതെന്താണ് ബ്രഷ്. പിന്നെ ഇതിന്റെ കൂടെ ഉണ്ടല്ലോ ഒരു ഡൈസും സാധനം ഉള്ളത്. ഇത് നമുക്ക് ഈ ബോക്സ് എന്ത് ചെയ്യാം, ഗെയിംസ് ആക്കിട്ട് വെക്കാം. ഇതിന്റെ ഡൈസ് അപ്പൊ എവിടെ? ഇത് നല്ല വൃത്തിയിലായിരുന്നു മൊത്തത്തിലൊരു. ഇതൊക്കെ പാടെ ഒരു കവർക്ക് ഇട്ടിടും. കവർക്ക് നല്ല പ്രീമിയം കവർ കേട്ടോ, നല്ലൊരു ക്വാളിറ്റിയിലെ കവർ, നല്ലൊരു ഉപകാരമാണ് ഗൈസ്. ഇതിലെന്തോ കടലമുട്ടായി എന്തോ കടലെന്തോ ഉണ്ട്. പുതിയൊരു സാധനം കൂടി കൊടുക്കുന്നു സുഹൃത്തുക്കളെ. കടലമുട്ടായി അല്ല, മറ്റേതാണ് കളിക്കണാണ്, പാമ്പ് കോണി കളിക്കണാണ്. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ മണാലി എത്തിക്കണു. മണാലി എത്തിയപ്പോ തന്നെ ചേച്ചി നമുക്ക് സാധനമൊക്കെ വിൽക്കാൻ വരുന്നുണ്ട്. സാധനം ബുക്കലേട് എടുക്കണം. എടുത്തോ എടുത്തോ. മുകളിൽ തണുപ്പാന്ന് പറയും. ഇവിടെ അത്ര തണുപ്പൊന്നും ഇല്ല. ഇവിടെ നമ്മളെ താങ്ക് യു മൂന്നാറത്തെ അത്ര തണുപ്പില്ലല്ലേ? തണുപ്പില്ല. കുറച്ചു നേരം രാത്രി തണുപ്പുണ്ടാവും. ഒരു ഉച്ചയല്ല രാവിലെ 10 മണിയായില്ലേ? 10 മണിയായപ്പോ നമ്മൾ മണാലി സ്റ്റാൻഡിലുള്ള അടിപൊളി ചെറിയ കുട്ടി. അപ്പൊ എന്തായാലും നമ്മളെ ഇറങ്ങിയിട്ടുള്ളൂ, ഉറക്കത്തിൽ വെച്ച് കുറച്ചു നേരമായിട്ടുള്ളൂ. അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ ഇനി റൂമിൽ പോകാൻ നിൽക്കാണ്. അപ്പൊ എന്തായാലും പോയി ഇറങ്ങി. Are you excited? Yes. Are you excited? Are you excited? No. Why? ഗൈസ് അങ്ങനെ നമ്മളെ ബയ്യ എത്തിക്കണ്. ഇയാള് സീന് ചെങ്ങാട്ടോ, ഇയാളെ റീൽസ് ഉണ്ട്. അതിൽ ഞാൻ പറ്റുകയാണെങ്കിൽ ഇതിന്റെ സൈഡിലിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബയ്യന്റെ ട്രാവലർ. ആളെ കുറച്ച് റീൽസ് ഉണ്ട്, അത് ഞാൻ പറ്റുകയാണ് ഇതിന്റെ സൈഡിലിട്ടുണ്ട്. മൂപ്പരിപ്പടുത്ത സെലിബ്രേറ്റ് കേട്ടോ. മൂപ്പര റീൽസ് ഒക്കെ ഉണ്ട് ഇതില്. ഞാൻ പറ്റുകയാണെങ്കിൽ ഇടുന്നുണ്ട്. ആ ടീക്കേ നാട്ടില് വല്ല വത്തക്ക പണി മറ്റേ മത്തങ്ങ എറിയാന് പച്ചക്കറി പീടികയിലൊക്കെ ആവശ്യമുണ്ട്, വിളിച്ചോളി. ഇതാ മുംബൈയിലാണ്. ഇപ്പൊ പണി തൊഴിലൊന്നും ഇല്ലാക്കാണ്. ഇപ്പൊ റിട്ടയർഡ് ആവും. അത് കോല് ബന്ധിച്ചാണ് എടുക്ക്. എടാ കോല് ബന്ധിച്ചു കൊടുക്കും. ഓനെല്ലാരും കൂടെ എന്നൊക്കെ പറഞ്ഞ് മോട്ടറാക്ക. അതാകുമ്പോ നമ്മക്ക് എറിയണ്ടല്ലോ. അവനാണെങ്കിയാണ് മോട്ടറാവാനോ. Here very hot. Our country so many cold. Cold इधर कहाँ पे hot? Either hot. Our country so many cold. नहीं बेटा, मनाली no. मनाली में नहीं, आप जाओगे ऊपर बारालाचा, शिमला उधर लगता है ये. उधर बहुत ठंडा होता है. ഇറങ്ങി നമ്മളെ റിസോർട്ടിൽ എത്തിക്കണ്. ഇവിടെ റിസോർട്ടല്ല, റിസോർട്ട് ആൻഡ് കോട്ടേജ് അതിക്ക് എത്തിക്കണ്. ഇവിടെ ഞാൻ മുന്നേ താമസിച്ചിട്ടുണ്ടോ. മുന്നേ താമസിച്ചിട്ട് ഞാൻ പേടിച്ച് തൂറിക്കണ്. കാരണം എന്താ വെച്ചാൽ നമ്മള് മറ്റേ ഈച്ചൂബലൊക്കെ ഉണ്ടായിരുന്നല്ലോ, മറ്റേ അനാൻസാൻ്റെ അനിയൻ ഈച്ചൂൻ്റെ ഒക്കെ ഒപ്പം വന്നതേനു. നിഹാലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓല് ഇന്നാണ് പേടിപ്പിച്ചു, പ്രാങ്കാക്കി. വീഡിയോ ഒക്കെ ഉണ്ടായില്ലേ, ഓലെ ചാനലിൽ വീഡിയോ ഒക്കെ ഉണ്ട്. കാരണം ഇവിടെ ഒരു ആരെ കൊന്നുക്കണമെന്നൊക്കെ പറഞ്ഞു. ഓല് ഇന്നെ അങ്ങനെ പേടിപ്പിച്ചിട്ടോ. ഇനി ഉണ്ടാവുമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ രാവിലെ ഉറക്കത്തിൽ നിന്ന് നീച്ചുമ്പോൾ നല്ല സൗണ്ടും ഒച്ചയുമ്പോഴൊക്കെ കേട്ടിക്കണ്. ഞാൻ നല്ല പേടിച്ച് ഇടങ്ങാറായിട്ടാണ് അന്ന് ഉറങ്ങിയത്. ഇപ്രാവശ്യം പേടിയില്ല, ഇപ്രാവശ്യം കുറച്ചും കൂടി ധൈര്യം വന്നു. ഗൈസ് ഇനി എനിക്ക് ഇവിടുന്ന് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഒന്ന് കുളിക്കണം. ഞാൻ കുളിക്കാൻ്റെ പറഞ്ഞാൽ മേലെ അഴുകിക്കണം കേട്ടോ. തല ഞാൻ നനച്ചിട്ടില്ല. ഞാൻ ഡൽഹിയിൽ നിന്ന് അതിന് കുളിച്ചത്. പക്ഷെ എന്താ വെച്ചാൽ ഡൽഹിയിലത്തെ വെള്ളം കൊണ്ട് തല നനച്ച് കഴിഞ്ഞാൽ എനിക്ക് മുടി കൊയ്യണ ഒരു അസുഖം ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഒന്നും നല്ലപോലെ കുളിക്കണം. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ റിസോർട്ട്. ഇവിടെ തന്നെ ഞാൻ അന്ന് താമസിച്ചത്. ഇന്ന ഇവിടെ പോലെ ഇതൊന്ന് പേടിപ്പിച്ചീന്. ഈച്ചുവിന്റെ വീഡിയോയിലുണ്ട്. നല്ല ഇതാട്ടോ, നല്ല റൂമാണ്. ഞാൻ കാണിച്ച അതിന്റെ കിട്ടി.
അയ്യോ ഈ റൂം ഒരു ട്രോമാണ് സുഹൃത്തുക്കളെ. കാരണം എന്താ അറിയോ, ഞാൻ ഒന്ന് പേടിച്ച് തൂറിക്കണേ ഈ റൂമിൽ. ഇവിടുന്ന് ഉറങ്ങുമ്പോ സീനാട്ടോ. പ്രേതണ്ടോ ചോദിച്ചാ ഉണ്ട്, എന്നല്ല ചോദിച്ചാ ഇല്ല. ഇവൽക്കൊന്നും കേട്ടില്ല, പക്ഷെ എനിക്ക് കേട്ടിക്കണ്.